നമസ്കാരം. വെള്ളക്ക വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരാജും ജയിലറിന് ശേഷം സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്ത ചിത്രമാണ് കൂലി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പിലാണ് പടം. പ്രൊമോഷൻ ആയാലും നല്ല രീതിയിൽ ഹൈപ്പ് നിലനിർത്തിയ ഒരു ചിത്രമാണ് കൂലി. പടത്തെക്കുറിച്ച് നേരെ വളച്ചുകെട്ടില്ലാണ്ട് പരമാവധി ചുരുക്കി കാര്യം പറയാം. പടത്തെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന സൗബിൻ ഷാഹിർ ആയാലും രജനീകാന്ത് കൂടാതെ തന്നെ കന്നഡയിൽ നിന്നായാലും മറ്റു ഇൻഡസ്ട്രികളിൽ നിന്നായാലും അത്യാവശ്യം ബ്രാൻഡ് വാല്യൂ ഉള്ള സ്റ്റാറുകൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് കൂലി. ഇപ്പോൾ മലയാളത്തിൽ നിന്നും സൗബിൻ ഷാഹിർ, കന്നഡയിൽ നിന്നും ഉപേന്ദ്ര, നമ്മുടെ നാഗാർജുന, ബോളിവുഡിൽ നിന്ന് അമീർ ഖാൻ, അത്യാവശ്യം നല്ല നല്ല എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ അപ്രോച്ച് ചെയ്യാം എന്നത്തെ ആ ഒരു രീതിയിലേക്ക് വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള സ്റ്റാർസുകളെ പടത്തിലോട്ട് കാസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു സംശയമുണ്ട്. മെയിൻ ആയിട്ടുള്ള വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഗാർജുനയാണ് വില്ലൻ വേഷത്തിൽ കേന്ദ്രമായിട്ടുള്ള ഒരു വില്ലൻ വേഷം അവതരിപ്പിക്കുന്നത്. പിന്നെ ആ ഒരു വില്ലൻ വേഷത്തെ തന്നെ രണ്ടായിട്ട് രീതിയിലാണ്. കാരണം നാഗാർജുനയുടെ കീഴെ സൗബിൻ ഷാഹിർ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് സൗബിൻ ഷാഹിറിനാണ്. എനിക്ക് ആ ഒരു പടത്തിൽ അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള സീനുകളൊക്കെ ഉള്ളത്. നാഗാർജുനയുടെ ആ ഒരു എന്താ പറയാ അത്ര ഒരു വില്ലൻ വേഷം ആ ഒരു ഇത് കിട്ടിയില്ല. ഒരു നിർവികാരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പടം കണ്ടു കഴിഞ്ഞാല് ഇതില് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പൊ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു കഥാപാത്രം നമുക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇപ്പൊ ആരെങ്കിലും അത്യാവശ്യം ഏതെങ്കിലും ഒരു കഥാപാത്രം ഇത് അടിപൊളിയായിട്ടുണ്ട് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ ഈ പടത്തില് ഈ ഒരു സീൻ അടിപൊളിയായിട്ടുണ്ട്, ഈ ഒരു സീൻ കൊള്ളാല, ഈ ഷോട്ട് കൊള്ളാല. പിന്നെ അതുപോലെ തന്നെ ഒരു കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള കെട്ടുറപ്പില്ല. ഇപ്പൊ തലൈവരായാലും ഇപ്പൊ നമ്മുടെ രജനീകാന്ത് ആയാലും രജനീകാന്ത് ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടർ ആയാലും ശരി, ആ ഒരു നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവം ഇല്ല ശരിക്കും പറ പടത്തില്. ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ, അല്ലാണ്ട് വേറൊന്നും ഇതില്ല. ഇതിനൊക്കെ എത്രയോ ഭേദമാണ് ശരിക്കും പറഞ്ഞാല് രജനീകാന്തിന്റെ മുൻനിരയുള്ള പടം. ശരിക്കും പറ ലോകേഷ് സത്യത്തിൽ ഇപ്പോൾ ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന്റെ ട്രെൻഡാന്ന് തോന്നുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാർത്തിക് സുബരാജ് റെട്രോ ചെയ്ത് അത് അതേപോലെ തന്നെ പണിവാളി ഡയറക്ടേഴ്സിനെ കണ്ടിട്ടാണ് ഈ പടങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഞാൻ പൊതുവെ അങ്ങനെയാണ്. കാർത്തിക് സുബരാജിന്റെ പടം അത് അതേപോലെ തന്നെ പാളി, പൃഥ്വിരാജ് സുകുമാരൻ വൻ ഇതിൽ ഹൈപ്പിലൊക്കെ ചെയ്ത ഒരു പടമാണ് എമ്പുരാൻ. അത് കുഴപ്പമില്ല, പക്ഷെ എന്നാലും പ്രതീക്ഷിച്ച രീതിയിൽ അങ്ങനെ കണക്ട് ആയില്ല. പിന്നെ അതേപോലെ തന്നെ ലോകേഷ് കനകരാജ് ഒന്നാമത്തെ ഈ വൻ ഹൈപ്പാണ് ഈ പടങ്ങളെ നശിപ്പിക്കണത്. ഒന്നുകിലും നിങ്ങൾ പടം ചെയ്യുമ്പോൾ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. ഒരു ഹൈപ്പും ഇല്ലാണ്ട് നോർമലായിട്ട് പടം ഇപ്പൊ ലോകേഷിന്റെ എല്ലാവരും എടുത്ത് പറയണമെന്ന് വെച്ചാൽ കൈദി, അതുപോലെ തന്നെ മറ്റുള്ള പടം, അതൊന്നും ഹൈപ്പിൽ ഇറങ്ങിയ പടമല്ല. അതിനത്ര പ്രമോഷനും പോലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മൗത്ത് പബ്ലിസിറ്റി വഴി ക്ലിക്ക് ആയതാണ് ആ പടങ്ങളൊക്കെ. ഇപ്പൊ ഹൈപ്പില് KGF 2 അതൊക്കെ വൻ ഹൈപ്പിൽ തന്നെ ഇറങ്ങിയിട്ടും ആ ഹൈപ്പ് തന്നെ നിർത്തിയ പടങ്ങള് ചുരുക്കം ചില പടങ്ങളുള്ളൂ. അത് ഇതൊക്കെ തന്നെ. ഒന്നാമത്തെ ഇത്രയും നിങ്ങൾ ഹൈപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഹൈപ്പ് ഈ പടത്തിൽ കാണിക്കാനായിരിക്കണം, അല്ലാതെ കാണിക്കാൻ നിൽക്കരുത്. മനസ്സിലായ? അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ പടത്തെ ഈ ഒരു ഹൈപ്പും ഇത്രയും മൾട്ടി സ്റ്റാർ ആയിട്ടുള്ള അമീർ ഖാൻ വരുന്നു, ഉപേന്ദ്ര വരുന്നു, നാഗാർജുന വരുന്നു. നാഗാർജുനയും ഉപേന്ദ്രയൊക്കെ അവരുടെ ഇൻഡസ്ട്രിയിലെ താരങ്ങളാണ്, പുല്ലികളാണ്. മനസ്സിലായില്ലേ? നാഗാർജുനയുടെ ഒക്കെ പെർഫോമൻസ്, ഞാൻ സത്യം പറയാം, വില്ലൻ നാഗാർജുന എന്നൊക്കെ പറയുമ്പോ നാഗാർജുനയുടെ കിഡിലെ പെർഫോമൻസ് ഒക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ അതെല്ലാം പോയി കളഞ്ഞു, അതൊന്നും കിട്ടിയില്ല. ആ ഒരു പക്ഷെ ഉപേന്ദ്രയുടെ ഒക്കെ ചെറിയ സീനാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ സാധനം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമീർ ഖാന്റെ സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കോമഡി പീസായി കളഞ്ഞ പോലെ ആയി പോയി. ഇപ്പൊ മറ്റേ തിളക്കത്തില് ചേട്ടാ ബീഡിയരോ, ചേട്ടാ ബീഡിയരോ, ചേട്ടാ ഒരു ബീഡിയരോ, അതേപോലെ ചോദിക്കുന്ന ഒരു പൊട്ടൻ ക്യാരക്ടർ പോലെ. ഏതാണ് മെക്സിക്കോയിൽ നിന്ന് വന്ന ദാഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ അമീർ ഖാന്റെ. വൻ ഇതായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് കാണിക്കണത്. അവര് വന്നിട്ട് എന്താ പറയാ പറഞ്ഞ ജസ്റ്റ് പോയില്ലല്ലോ. തുടക്കത്തെ അമീർ ഖാൻ ആ ഒരു
കാണിച്ചു തുടങ്ങുമ്പോഴുള്ള ഒരു സംഭവം നമുക്ക് പിന്നീടില്ല. പിന്നീട് ഒരുമാതിരി ഇതായി കളഞ്ഞു പോയി. അതുപോട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പൊ ഒന്നാമത് ഈ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് തീർന്ന്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ആ പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാല് അതോടുകൂടി കഴിഞ്ഞ അത്രേ ഉള്ളൂ. ചില സിനിമകൾ അങ്ങനെയല്ല. ചില സിനിമകൾ നമുക്ക് കണ്ടിറങ്ങുമ്പോ എന്റെ വീടത്ര, ഞാനൊക്കെ വീടത്ര വരെ ഓരോ സീനുകളൊക്കെ റെട്രോയിലൊക്കെ ചില സീനുകളുണ്ട്, മറ്റേ സിംഗിൾ ഷോട്ടൊക്കെ. അതൊക്കെ പിന്നെയും പറയാനായിട്ടുണ്ട്. കുറെ സീനുകളൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കുറെ ഫൈറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നങ്ങോട്ട് ഗൂസ്ബം ഒരു രോമാഞ്ചം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു സംഭവമില്ല. നെൽസനൊക്കെ ജയിലർ പടത്തിൽ ഒരു ചെറിയൊരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണ് രോമാഞ്ചം ഉണ്ടാക്കിയത്. അതാണ് ഇതിൽ സിംഗിൾ ഷോട്ട് പറഞ്ഞിട്ട് തലവന്റെ ഒരു നെടുനീളം ഡയലോഗ് ഉണ്ട് സിംഗിൾ ഷോട്ട്. അത് തന്നെ ചില സീനുകളിലൊക്കെ ലിപ്പ് പോയി കിടക്കുന്നുണ്ട്. ലിപ്സിംഗ് ഒന്നും കറക്റ്റ് അല്ല. ആ പുള്ളിക്കാരൻ പറയണത് വേറെ, ഡബ് ചെയ്ത് ഇറക്കിയത് വേറെ. ആ രീതിയിലാണ്. അത് ക്ലോസ് ഷോട്ട് സിംഗിൾ ആയിട്ട് തന്നെ പറയാം. 2 മിനിറ്റ് 1.5 മിനിറ്റ് ഉണ്ട് ആ ഒറ്റ ഷോട്ട്. പിന്നെ അതേപോലെ തന്നെ മലയാളത്തിൽ നിന്ന് തന്നെ 2 താരങ്ങളുണ്ട്. നേരത്തെ സൗബിൻ ഷാന്റെ പേര് പറഞ്ഞ പോലെ തന്നെ വേറൊരു താരം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ല. ബാബുരാജ് ഉണ്ട്. ബാബുരാജൊക്കെ ഇപ്പൊ മിന്നായം സ്റ്റാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം എന്താ പറയാ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചെറുതായിട്ട് ബാക്കിലൊക്കെ വന്നു പോണ്. എല്ലാ സീനിലും ഉണ്ട്. ചില സീനിലൊക്കെ ഉണ്ട് വെറുതെ ഇങ്ങനെ വന്ന് കുത്തി പോലെ നോക്കി നിക്ക എന്നുള്ളൊരു താരമായിട്ടാണ് നമുക്ക് ബാബുരാജിനെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ബാബുരാജ് ഇതിലൊരു മിന്നായം സ്റ്റാർ ആയിട്ട് പടത്തിലുണ്ട്. അവസാനമാകുമ്പോ അമീർ ഖാന്റെ വെടികൊണ്ട് ചാവണയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കുറച്ച് സീനുകളുള്ളത്. ബിജിഎം പിന്നെ അനിരുദ്ധാണ്. മ്യൂസിക് അനിരുദ്ധിന്റെ കാര്യം പിന്നെ പറയണ്ട. പുള്ളിക്കാരൻ പല ഇതിൽ നിന്നും ഒരു കോപ്പി ആണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ മ്യൂസിക് തന്നെ കേൾക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. എനിക്ക് ബിജിഎമ്മിന്റെ കാര്യത്തിൽ ആകെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ഉപേന്ദ്ര പറഞ്ഞ ഒരു സീനിൽ ഒരു ബിജിഎം ഉണ്ട്. ഉപേന്ദ്രയുടെ ഒരു സീനിലെ ബിജിഎം, പിന്നെ പവർ ഹൗസിന്റെ ആ ഒരു ബിജിഎം, അതൊക്കെ തന്നെ. അല്ലാണ്ട് കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ഒരു ഗൂസ് ബംസ് എന്ന് പറയുന്ന സാധനം ഈ പടത്തിലില്ല. എനിക്ക് ആകെ ഇത്തിരി അത്യാവശ്യം ഇതായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് രജനീകാന്തിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ ഒരു 30 വർഷം മുന്നാടി 30 വർഷം മുന്നുള്ളൊരു കാലഘട്ടത്തെ അവരുടെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ അങ്ങനെ ഇതൊക്കെ ഒന്നും തോന്നിയില്ല. പിന്നെ അമീർ ഖാൻ വരുന്നുണ്ട്. അമീർ ഖാനൊക്കെ ഒരു പക്ഷെ നല്ല രീതിയിലൊരു ഇത്തരം അമീർ ഖാനെ പോലുള്ളൊരു വൻ സ്റ്റാറിനെ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞാൽ ആ രീതിയിലൊരു സ്ക്രീൻ എലവേറ്റ് ചെയ്യണം. ഇത് പക്ഷെ വളരെ എന്താ പറയാ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ആ ഒരു രീതിയിലായി പോയി. എന്തോ ലോകേഷ് അങ്ങനെ കൊണ്ടുവന്നതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് വിക്രത്തിലെ ആ ഒരു റോളക്സ് എന്നൊരു കഥാപാത്രമാണ് അദ്ദേഹം ചെയ്യുന്നതിൽ നല്ല രീതിയിൽ എന്നിട്ട് ഒരു അത്യാവശ്യം ഇതായിട്ട് കാണുന്നത്. ആ ഒരു രീതിയിലൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു പടത്തിലെയും ലാസ്റ്റ് ടൈമിൽ കൊണ്ടുവന്നത്. പക്ഷെ അത് വൻ കോമഡി ആയി പോയ ഒരു അവസ്ഥയാണ്. കാരണം തുടക്കം ഒരു ചെറിയൊരു ബിൽഡപ്പ് വന്നെങ്കിലും കൂടി അത് കോമഡി രീതിയിലോട്ടേക്കാണ് മാറുന്നത്. അമീർ ഖാനെ കൊണ്ടെന്റെ ആവശ്യം ഉണ്ടാകുന്നില്ല എങ്ങനെയാണെന്നുണ്ടെങ്കിൽ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ആരെങ്കിലുമൊക്കെ ധരിപ്പിച്ചിട്ടുണ്ടാവാം. ഈ ബോളിവുഡിലായാലും കന്നഡയിലായാലും മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്നായാലും അത്യാവശ്യം അറിയുന്ന പോപ്പുലർ ആയിട്ടുള്ള സ്റ്റാർസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതൊരു പാൻ ഇന്ത്യൻ പടം. ഇപ്പൊ പാൻ ഇന്ത്യനാണല്ലോ. അപ്പൊ ആ രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണോ എന്നെനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ടാണോ ഈ സ്റ്റാർസിനെ കൊണ്ടുവന്നത്? ഞാൻ നോക്കുമ്പോ എന്റെ ഒരു കാഴ്ചപ്പാടില് അമീർ ഖാൻ ഈ ഒരു സീനിൽ ആവശ്യം ഇല്ല. ശരിക്കും പറഞ്ഞാൽ അമീർ ഖാന്റെ ഒക്കെ ആ ഒരു ഇതനുസരിച്ച് പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രജനീകാന്ത് സാറിനായിട്ട് ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വന്നത്. അത് പുള്ളിയുടെ ഒരു ഇത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു സ്റ്റാർസിനെ കൊണ്ടുവരുമ്പോ ആ രീതിയിൽ ഒരു യൂസ് ചെയ്യണം. പക്ഷെ അത് സാധിച്ചിട്ടില്ല. അപ്പൊ അതാണ്, വേറെ ഒന്നും പറയാനില്ല പടത്തെ കുറിച്ച്. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ പോകുന്നുണ്ടെങ്കിൽ വലിയ ഹൈപ്പൊന്നും ഇല്ലാതെ, ഞാൻ എപ്പോഴെപ്പോൾ ഹൈപ്പിന്റെ കാര്യം പറയണമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, രജനീകാന്താണ്, അമീർ ഖാനാണ്, ഉപേന്ദ്രയാണ്, നാഗാർജുനുണ്ട്, ഇത്രയും താരങ്ങളുണ്ട്. വൺ സെറ്റപ്പ് ആയിരിക്കുള്ളൂ, കിടിലനായിരിക്കുള്ളൂ. ആ ഒരു മൈൻഡിൽ കയറ്റി വെച്ചിട്ട് പടം കാണാൻ പോകരുത്. അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹൈപ്പിന്റെ കാര്യം ഇടക്കിടക്കിടക്ക് പറയണത്. നിങ്ങൾ നോർമലായിട്ട് ഒരു സിനിമ 2.5 മണിക്കൂർ പോയിരുന്ന് സമയം കളയാനായിട്ട് പോയിരുന്ന് കാണാം, തിരിച്ചു പോരാ എന്നുള്ള ആ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല.
പിന്നെ കുറെ ചില സീനുകളിലൊക്കെ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, ചില സീനുകളൊക്കെ ഇതാവുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വിഷനാണല്ലോ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുമാണ്. അപ്പൊ ഇതൊക്കെയാണ് പടത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ കൂലി എന്നുള്ള പടം എന്നെ സംബന്ധിച്ച് വലിയൊരു സംഭവം എന്നൊന്നും പറയാനില്ല. ഒരു നോർമലി വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സോ എന്തായാലും തലവരുടെ അടുത്ത പടം ജയിലർ 2 എന്തായാലും തിരിച്ചൊരു നല്ലൊരു കിടിലനായിട്ടുള്ളൊരു ഓറയും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസിന്റെ കാര്യമൊന്നും പറയാനില്ല. ആള് വരുന്ന സീനിലെല്ലാരും സ്ക്രീനിൽ അടിപൊളിയാണ്. അതിനെ കുറിച്ചൊന്നും പറയില്ല. പക്ഷെ പടത്തിന്റെ കഥയും ആ ഒരു കെട്ടുറപ്പ് കുറെ എന്താ പറയാ കണക്റ്റഡ് ആവാത്ത പോലത്തെ കുറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ പടം കഴിയുമ്പോൾ ഉണ്ടാവും. അതിനുള്ളൊരു ഉത്തരവും പടത്തിൽ നമുക്ക് തരാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ തന്നെ കുറച്ച് പോരായ്മകളായിട്ടാണ് തോന്നിയേക്കുന്നത്. അപ്പൊ ഇത്തരം കുറച്ച് കാര്യങ്ങളുള്ളൂ, വല്ലാണ്ട് വലിച്ചു നീട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കൂലി എന്നുള്ള കൂലി ലോകേഷ് കനകരാജിന്റെ ലോക്കിയണന്റെ കൂലിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും കാണാത്തവർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഒരു ഹൈപ്പുകളും പ്രതീക്ഷകളൊക്കെ മാറ്റി വെച്ച് നിങ്ങളുടെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. കാണാൻ പറ്റാത്തവർ OTT ഇറങ്ങുമ്പോൾ കാണുക. അപ്പോ അതാണ്. അപ്പൊ എന്തായാലും ഇതാണ് ഇതെന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. സോ ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. പടം കാണാതിരിക്കുക. പിന്നെ ഒരാളുടെ എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണം എന്നില്ല. അതെല്ലാം ഓരോരുത്തരും ഓരോ ഇതുകളാണ്. സോ എന്തായാലും നന്ദി. സോ എന്തായാലും നന്ദി. വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം. ബൈ.